ഇത്ര എളുപ്പത്തിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നേ ഉണ്ടാക്കിയേനെ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി 1 കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് മൈദയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കയ്യിലുള്ളതൊക്കെ ഒന്ന് വേർപ്പെടുത്തി എടുത്തിട്ട് കഴുകി തുടച്ചിട്ട് വീണ്ടും കുഴച്ചെടുത്ത് കയ്യിൽ കുറച്ച് എണ്ണയും കൂടെ ആക്കിയിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല, ഉടനെ തന്നെ ഇതുപോലെ കുറച്ച് വലിയ ഓരോ ഉരുളയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഉരുള കുറച്ച് എണ്ണയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ഷീറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കയ്യെ എണ്ണയിൽ തൊട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അത്രത്തോളം തിന്നായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഓരോ പീസിൻ്റെ ഇടയിലും ഇതുപോലെ ഓരോ കട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പൊറോട്ടക്ക് ചുരുട്ടിയെടുക്കുന്നത് പോലെ തന്നെ ചുരുട്ടിയെടുക്കുക. ഇതുപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇനി വീണ്ടും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല, ഉടനെ തന്നെ ഇതുപോലെ കൈ വെച്ചിട്ട് കൈ ഒന്ന് എണ്ണയിൽ തൊട്ടിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഈ ഒരു നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ നെയ്യൊക്കെ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി ചൂടോട് കൂട്ടിയിട്ട് തന്നെ ഒരു 2 പൊറോട്ട ആയി കഴിഞ്ഞാൽ ഇതുപോലെ നല്ലതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പൊറോട്ട സോഫ്റ്റ് ആയിട്ട് വരും. ഒരു 15 മിനിറ്റൊക്കെ മതി കേട്ടോ ഈ ഒരു പൊറോട്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിൻ്റെ പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.